18-ാം നൂറ്റാണ്ടിൽ സർ വില്യം ജോൺസ് ആണ് സംസ്കൃതവും ലാറ്റിനും ഗ്രീക്കും ഉൾപ്പെടെയുള്ള ഭാഷകൾക്ക് ഒരേ വേരുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയത്. ഈ കണ്ടെത്തലിനെ പല പാശ്ചാത്യ ചരിത്രകാരന്മാരും വ്യാഖ്യാനിച്ചത് ഇൻഡോ യൂറോപ്യൻ ജനത യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു എന്ന അർത്ഥത്തിലായിരുന്നു. അതിന്റെ കാരണം ഈ 18-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ പറഞ്ഞു പരത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യക്കാര് അപരിഷ്കൃതരായിരുന്നു, ഇന്ത്യക്കാരെ സംസ്കാരം പഠിപ്പിച്ചത് വെള്ളക്കാരാണ്, ബ്രിട്ടീഷുകാരാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ വില്യം ജോൺസിന്റെ ഈ കണ്ടെത്തലിനെ അവർ വളച്ചൊടിച്ച് അവിടെ നിന്ന് കുറെ ആളുകൾ ഇങ്ങോട്ട് വന്ന് സെറ്റിൽ ആയതിന്റെ ഭാഗമായിട്ടാണ് സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷകൾ രൂപം കൊണ്ടത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ന് ഇന്ത്യൻ ചരിത്രകാരന്മാരും ഗവേഷകരുമൊക്കെ ഈ കള്ളക്കഥ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ചരിത്രത്തെ രണ്ട് വിഭിന്ന കാലഘട്ടങ്ങളായിട്ട് സിന്ധു നാഗരികതയെന്നും വേദകാലഘട്ടമെന്നും വിഭജിച്ച് കാണുന്ന രീതിയാണ് പതിറ്റാണ്ടുകളായിട്ട് ചരിത്ര പുസ്തകങ്ങളിൽ ഉള്ളത്. എന്നാൽ ബി ലാൽ, എൻ റാവു തുടങ്ങിയ പ്രമുഖ പുരാവസ്തു ഗവേഷകരുടെ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് വിപരീതമായ ഒരു സത്യമാണ്. സിന്ധു നാഗരികതയും വേദകാലവും ഒരേ മഹത്തായ ഭാരതീയ സംസ്കാരത്തിന്റെ രണ്ടു വശങ്ങൾ മാത്രമാണ്. കാലഘട്ടത്തിന്റെയോ ശൈലിയുടെയോ മാറ്റങ്ങൾക്കപ്പുറം ഈ സംസ്കാരങ്ങൾ ഒരേ വേരുകളിൽ ഊന്നി നിന്നാണ് വളർന്നത്. നമ്മൾ സിന്ധു നദീതട സംസ്കാരം എന്ന് മാത്രമായി ഇതിനെ വിളിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് പല ഗവേഷകരും സിന്ധു സരസ്വതി നദീതട സംസ്കാരം എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം ഈ നദീതട സംസ്കാരം എന്ന് പറയുന്നത്, അതിന്റെ ഹൃദയഭൂമി എന്ന് പറയുന്നത് സിന്ധു നദി മാത്രമല്ല, ഇന്ന് വറ്റിപ്പോയ സരസ്വതി നദി കൂടിയാണ്. ഋഗ്വേദത്തിൽ നദി തമ എന്ന് വെച്ചാൽ നദികളിൽ വെച്ച് ഏറ്റവും മികച്ചത് എന്ന് വിശേഷിപ്പിക്കുന്നത് സരസ്വതി നദിയെയാണ്. പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ സിന്ധു നഗരങ്ങളിൽ നല്ലൊരു ഭാഗവും, പ്രത്യേകിച്ച് രാഖി ഗർഹി, കാളിബംഗൻ, ലോഥൻ തുടങ്ങിയ പ്രദേശങ്ങൾ സരസ്വതി നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. വേദങ്ങളിൽ പരാമർശിക്കുന്ന ഭൂമിശാസ്ത്രവും സിന്ധു സംസ്കാരത്തിന്റെ വ്യാപ്തിയും ഒന്ന് തന്നെയാണ് എന്ന് ഈ രണ്ട് സംസ്കാരങ്ങളും ഒന്നായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, അല്ലെങ്കിൽ ഒന്നിന്റെ തുടർച്ചയായിരുന്നു എന്നതിന്റെ തെളിവാണ്. ഇത് മാത്രമല്ല, സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായ ലോഥലിലും കാളിബംഗനിലും കണ്ടെത്തിയ അഗ്നികുണ്ഡങ്ങൾ വേദകാലത്തെ അഗ്നിഹോത്ര ആചാരങ്ങളുമായിട്ട് അവിഭാജ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബി ലാൽ തന്റെ പഠനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ അഗ്നികുണ്ഡങ്ങളുടെ ഘടനയും വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന യാഗശാലകളുടെ അളവുകളും തമ്മിൽ അത്ഭുതകരമായ സാമ്യമുണ്ട്. മണ്ണിൽ പണിത ഈ അഗ്നികുണ്ഡങ്ങൾ ഭാരതീയ സംസ്കാരത്തിന്റെ ആരാധനാക്രമം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് മാറ്റമില്ലാതെ തുടരുന്നു എന്നതിന്റെ ജീവസുറ്റ തെളിവാണ്. സിന്ധു നാഗരികതയിലെ പശുപതി മുദ്ര ആധുനിക ഹിന്ദുമതത്തിലെ ശിവന്റെ പ്രാചീന രൂപമാണ് എന്നതിൽ ഇന്ന് ഗവേഷകർക്ക് യാതൊരു തർക്കവുമില്ല. യോഗാസനത്തിൽ ഇരിക്കുന്ന മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട ഈ രൂപം ഋഗ്വേദത്തിലെ രുദ്രൻ എന്ന ദേവനുമായി ഒത്തുപോകുന്നു. അതുപോലെ തന്നെ മാതൃദേവത ആരാധന, ലിംഗാരാധന, അരയാൽ മരത്തോടുള്ള ആരാധന എന്നിവ സിന്ധു സംസ്കാരത്തിൽ നിന്ന് തുടങ്ങി ഇന്നും ഇന്ത്യൻ സംസ്കാരത്തിൽ ജീവിതചര്യയുടെ ഭാഗമായി തുടരുകയാണ്. സിന്ധു ലിപി വായിച്ചെടുക്കാൻ കഴിയാത്തത് അത് വിദേശ ഭാഷയായതുകൊണ്ടല്ല, മറിച്ചത് ഭാരതത്തിന്റെ തനത് വാചിക പാരമ്പര്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. വേദങ്ങൾ ലിഖിത രൂപത്തിലായിരുന്നില്ല, മറിച്ച് കേട്ടുകേൾവിയിലൂടെ അഥവാ ശ്രുതിയിലൂടെയാണ് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടവ. എഴുത്ത് ലിപിക്ക് മുൻപേ നിലനിന്നിരുന്ന ഈ ശക്തമായ വാചിക പാരമ്പര്യം തന്നെയാണ് സിന്ധു സംസ്കാരത്തിന്റെയും വേദ സംസ്കാരത്തിന്റെയും സാംസ്കാരിക തുടർച്ച നിലനിർത്തിയത്. ഒരു നഗരം നശിച്ചാലും ഒരു സംസ്കാരം നശിക്കുന്നില്ല. സിന്ധു നഗരങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്താൽ ക്ഷയിച്ചപ്പോൾ ജനങ്ങൾ ഗംഗാ സമതലങ്ങളിലേക്ക് കുടിയേറുകയും കൃഷിയിലും ദാർശനിക ചിന്തകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരിക്കാം. നഗരജീവിതത്തിന്റെ സങ്കീർണതയിൽ നിന്ന് ഗ്രാമീണ ജീവിതത്തിന്റെ ശാന്തതയിലേക്കുള്ള ഒരു പരിവർത്തനം മാത്രമാണ് ആ സംഭവിച്ചത്. ദാർശനികമായ വേദകാല സംസ്കാരം സിന്ധു സംസ്കാരത്തിന്റെ നഗര ഭരണ സംവിധാനങ്ങളുടെ പരിഷ്കൃതമായ മറ്റൊരു രൂപമാണ്. ബി ലാൽ വാദിക്കുന്നത് പോലെ സിന്ധു നാഗരികതയെ നമ്മൾ ഒരു പുതിയ സംസ്കാരമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് അത് നമ്മുടെ പൂർവികരുടെ എന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെയൊക്കെ പൂർവികരുടെ തനത് ഭാരതീയ പൈതൃകമാണ്. സിന്ധു സംസ്കാരത്തിൽ നിന്ന് തുടങ്ങി വേദങ്ങളിലൂടെ വളർന്ന് ഇന്നും
നമ്മുടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും ആചാരങ്ങളിലും ഒക്കെ നിലനിൽക്കുന്ന ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത് സമ്മതിക്കാൻ പൊതുവെ യൂറോപ്യൻസിന് ബുദ്ധിമുട്ടാണ്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ 18-ാം നൂറ്റാണ്ടിൽ സർ വില്യം ജോൺസ് ഈ ഒരു സംസ്കൃതവും ലാറ്റിനും ഗ്രീക്കും ഉൾപ്പെടെയുള്ള ഭാഷയുടെ സാമ്യത കണ്ടെത്തിയപ്പോൾ യൂറോപ്യൻസ് സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചത് യൂറോപ്പിൽ നിന്ന് അത് ഇങ്ങോട്ട് വന്നതായിരിക്കാം എന്നാണ്. അതുകൊണ്ടാണ് ആദ്യം ഇവരുണ്ടാക്കിയ തിയറി ആര്യൻ അധിനിവേശ തിയറി എന്നായിരുന്നു. ആര്യന്മാർ ഇങ്ങോട്ട് വരുന്നു, അവര് ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള ആൾക്കാരെ എല്ലാം ഇല്ലാതാക്കിയിട്ട് അവരിവിടെ അധിനിവേശം നടത്തുന്നു, പിന്നീട് അവരുണ്ടാക്കിയതാണ് വേദങ്ങളും ആ കൾച്ചറും എന്ന് ആദ്യം പറഞ്ഞു വരുത്തി. എന്നാൽ പിന്നീട് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ തകർന്നത് ഏതെങ്കിലും ഒരു അധിനിവേശം കൊണ്ടല്ല എന്നും ആര്യൻ അധിനിവേശ തിയറി തെറ്റാണെന്നും തെളിഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത പടിയായിട്ട് അവർ പറയാൻ തുടങ്ങിയത് ആര്യൻ മൈഗ്രേഷൻ തിയറിയാണ്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ആളുകൾ പതിയെ പതിയെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നുണ്ടായ സംസ്കാരം എന്ന് പറയാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അവർ നേരിട്ട പ്രശ്നം സെൻട്രൽ ഏഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ മൈഗ്രേറ്റ് ചെയ്ത് വന്ന മനുഷ്യര് ഇവിടെ വന്നിട്ട് വേദങ്ങൾ പോലെയുള്ള ഗ്രന്ഥങ്ങൾ രചിക്കുന്ന സമയത്ത് അതിലെവിടെയും തന്നെ അവരുടെ പൂർവികരെ കുറിച്ച് ഒരു തരത്തിലുള്ള പരാമർശങ്ങളും ഇല്ല എന്നുള്ളതാണ്. അവർ വന്ന നാടിനെ കുറിച്ചോ ജീവിച്ച അവരുടെ കൾച്ചറിനെ കുറിച്ചോ യാതൊരു തരത്തിലും പരാമർശിക്കപ്പെടാതെ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു സംസ്കാരം രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായി ശരിയല്ല. മാത്രമല്ല, സിന്ധു നദീതട സംസ്കാരത്തിൽ പറയുന്ന ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പശുപതിയുടെ കാര്യം എടുക്കാം. ഋഗ്വേദം എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഋഗ്വേദത്തിനകത്ത് ഈ രുദ്രൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പശുപതി എന്ന് പറയുന്ന ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദേവനെ കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം അവിടെ ആനിമൽസിന്റെ കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് മൃഗങ്ങളുടെ കൂടി അല്ലെങ്കിൽ ഗോക്കളുടെ കൂടി പശുക്കളുടെ കൂടി എന്ന് പറഞ്ഞിട്ട് കൃത്യമായും പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെയും നാഥനായിട്ട് അല്ലെങ്കിൽ എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ആളായിട്ട് സംഹാര രൂപിയായിട്ട് ദേവന്മാരുടെ ദേഷ്യത്തെ അല്ലെങ്കിൽ കോപത്തെ പോലും മാറ്റാൻ കഴിവുള്ള ആളായിട്ടൊക്കെയാണ് രുദ്രനെ കുറിച്ച് ഈ ഋഗ്വേദത്തിൽ പറയുന്നത്. ഋഗ്വേദം എന്ന് പറയുന്നത് ആദ്യത്തെ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് ദൈവങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ദൈവവിശ്വാസം ശരിയാണെന്നോ അങ്ങനെയുള്ള ഒരു വിഷയത്തിലേക്കേ അല്ല, മറിച്ച് നമ്മുടെ കൾച്ചറിനെ കുറിച്ചാണ്, നമ്മുടെ സംസ്കാരത്തെ കുറിച്ചാണ്. ഇത് വിദേശികൾ സംഭാവന ചെയ്തതല്ല എന്നും മറിച്ച് നമ്മുടെ ഇവിടെ രൂപം കൊണ്ടതാണ് എന്നതുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഏതാണ്ട് 5000-6000 വർഷം മുമ്പ് നിലനിന്ന സിന്ധു നദീതട നാഗരികത അല്ലെങ്കിൽ സിന്ധു സരസ്വതി സംസ്കാരം, ആ ഒരു നാഗരികതയിൽ നിന്ന് അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാകണം വേദകാലഘട്ടം നിലനിന്നിട്ടുള്ളത്. പലപ്പോഴും പലരും ഇതിനെ അങ്ങനെ അല്ലെന്ന് പറയാൻ കാരണം ഈ കുതിരകളുടെ സാന്നിധ്യം വേദങ്ങളിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഋഗ്വേദത്തിൽ അശ്വം എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. വേദങ്ങളിൽ ഈ കുതിരയുടെ സാന്നിധ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അത്രയും പ്രാധാന്യം കുതിരയ്ക്ക് ഈ പറയുന്ന നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കാണുന്നില്ല എന്നാണ് പലരും പറയുന്നത്. കുതിരയുടെ അസ്ഥികളും മറ്റുമൊക്കെ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ പലരും പറയുന്നത് ഈ കാളയ്ക്കും മറ്റ് മൃഗങ്ങൾക്കും കൊടുക്കുന്ന പ്രാധാന്യം അവിടെ കുതിരയ്ക്ക് കാണുന്നില്ല. കാരണം ഈ ഇവരുടെ സീലുകൾ ഉണ്ടല്ലോ, സീലുകളിലും മുദ്രകളിലും ഒന്നും കുതിര അധികമായി കാണുന്നില്ല. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കുതിരകൾ ഒരു പ്രധാനപ്പെട്ട ഒരു മൃഗമായിരുന്നുവെങ്കിൽ തീർച്ചയായും അതിൻ്റെയും എന്തെങ്കിലുമൊക്കെ എവിഡൻസ് കിട്ടണ്ടേ എന്നാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉള്ളവർക്ക് കുതിരയെക്കുറിച്ച് അറിയാമെന്നതിൽ ചരിത്രകാരന്മാർക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ അവിടെ ഒരു പ്രധാന മൃഗമായിട്ട് കുതിരയെ കണ്ടിട്ടില്ല എന്നതാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8000 BC മുന്നേ ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന കുതിരകൾ 2000 BC വേദകാലഘട്ടത്തിൽ വേദങ്ങളിൽ എങ്ങനെ പരാമർശിക്കപ്പെട്ടു എന്നതാണ് അവരുടെ മറ്റൊരു തർക്കം. അതുകൊണ്ട് അവർ പറയാൻ ശ്രമിക്കുന്നത് കുതിരകളെയും കൊണ്ട് കുറെ ആളുകൾ ഇങ്ങോട്ട് വന്നു എന്നാണ്. അതൊന്നും നിലനിൽക്കുന്നതല്ല. കാരണം വേദങ്ങളിൽ കുതിരയെക്കുറിച്ച് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ കാളകളെക്കുറിച്ച്, ഗോക്കളെക്കുറിച്ച്, അതുപോലെ തന്നെ യാഗങ്ങളെക്കുറിച്ച്, അഗ്നിയെക്കുറിച്ച്, ജലത്തെക്കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ഒത്തുപോകുന്നതാണ്. കുതിരയുടെ കാര്യം മാറ്റി വെച്ചാൽ ബാക്കി എല്ലാം ഒത്തുപോകുന്നുണ്ട്. അപ്പൊ കുതിരയുടെ കാര്യം ഒത്തുപോകാത്തത് കൊണ്ട് മാത്രം ഈ പറയുന്ന സിവിലൈസേഷൻ പുറത്തുനിന്ന് വന്നാണെന്ന് പറയുന്നത് പ്രായോഗിക ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് കുതിരയുടെ ബോൺസ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്രയും പുരാതനമായ ഒരു സംസ്കാരത്തിന്റെ എല്ലാ അവശേഷിപ്പുകളും നമുക്ക് കണ്ടെത്താൻ കഴിയണമെന്നില്ല. ഇപ്പൊ കുതിരകളുടെ സീലുകളും മറ്റും ഉണ്ടായിരുന്നിരിക്കാം, അത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാകാം. അതല്ലെങ്കിൽ കുതിരകളെ കൂടുതലായിട്ട് ഉപയോഗിച്ചത് വേദകാലഘട്ടത്തിലായിരിക്കാം. ഈ കുതിരകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പൊ ഇന്ത്യയിലേക്ക് കുറെ ചീറ്റകളെ കൊണ്ടുവന്നിട്ടുണ്ട്. നരേന്ദ്രമോദി ചീറ്റയെ കൊണ്ടുവരുന്ന സമയത്ത് ആഫ്രിക്കയിൽ നിന്ന് 500 പേരെയും കൊണ്ടല്ലോ വന്നത്, നമ്മൾ ചീറ്റയല്ലേ കൊണ്ടുവന്നുള്ളൂ. അതിവിടെ വരും, അത് കൂടുതൽ എണ്ണം പെറ്റി പെരുകി പ്രസവിച്ച് അത് കൂടുതൽ എണ്ണമായി മാറും. കുറെ കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് ചീറ്റകൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഇവിടെ കുറച്ച് ആനിമൽസിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ കൂട്ടത്തിൽ ഒരു 500 പേരെയും കൂടെ കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ്
ഇത്തരം വാദങ്ങളെല്ലാം വരുന്നത്. ശരിക്കും യൂറോപ്യൻസ് പറയാൻ ശ്രമിക്കുന്നത് അവിടെ നിന്ന് ആരോ വന്ന് ഇവിടെ എന്തോ ഉണ്ടാക്കി എന്നുള്ളതാണ്. പക്ഷേ ഋഗ്വേദം എടുത്ത് വായിച്ചാൽ മനസ്സിലാവും കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യൻ കൾച്ചറാണ്. ആ കൾച്ചറാണ് ഇന്നും തുടർന്നു പോകുന്നത്. ഋഗ്വേദത്തിൽ പറയുന്ന ദൈവങ്ങളെയാണ് ഇന്നും ഇവിടെയുള്ള ആളുകൾ, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ ആരാധിക്കുന്നത്. പ്രത്യേകിച്ച് വിഷ്ണുവിനെ കുറിച്ച് പറയുന്നുണ്ട്. വിഷ്ണുവിനെ കുറിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ദൈവം എന്നാണ് പറയുന്നത് ഋഗ്വേദത്തിൽ. ശിവനെ കുറിച്ച് പറയുന്നുണ്ട്, ബ്രഹ്മാവിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ഇന്ദ്രനെ കുറിച്ചും വരുണനെ കുറിച്ചും വായുവിനെ കുറിച്ചും ഒക്കെയാണ്. കാരണം യാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ദൈവങ്ങളെയാണ്, ഈ മന്ത്രങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് മന്ത്രങ്ങൾ അല്ലെങ്കിൽ യാഗങ്ങളിൽ ഉപയോഗിച്ച സൂക്തങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഋഗ്വേദം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വളരെ വിശദമായി തന്നെ ഇതെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ആ ദൈവങ്ങളെയൊക്കെ തന്നെയാണ് ഇന്ന് ആരാധിക്കുന്നത്. അതിൽ അസുരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അതിൽ ദൈവങ്ങളുടെ കർത്തവ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഋഗ്വേദത്തിനകത്ത് വിശ്വകർമാവിനെ കുറിച്ച് പോലും പറയുന്നുണ്ട്. ഋഗ്വേദം എന്ന് പറയുന്നത് ഏതാണ്ട് 4000 വർഷം മുമ്പ് രചിക്കപ്പെട്ടതാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. ഇൻഡസ് വാലി സിവിലൈസേഷൻ 5000 വർഷത്തോളം മുമ്പ് നിലനിന്നിരുന്ന ഒരു കൾച്ചറുമാണ്. സോ അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നത്തെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത്. ഭാരതത്തിന് സ്വന്തമായ ഒരു സംസ്കാരമോ ചരിത്രമോ ഉണ്ടായിരുന്നില്ലെന്നും പുറത്തു നിന്നുള്ളവർ വന്ന് സംസ്കൃതവും ഭാഷയും പഠിപ്പിച്ചു കൊടുത്തു എന്നൊക്കെ വരുത്തി തീർക്കുന്നത് ഇന്ത്യയെ ഭരിക്കാനുള്ള കൊളോണിയൽ അജണ്ടയുടെ ഭാഗമായിരുന്നു. നാഗരികതയുടെയും ബുദ്ധിയുടെയും കേന്ദ്രം യൂറോപ്പാണെന്ന് സ്ഥാപിക്കാൻ അന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. ഒരു കാലത്ത് ലോകത്തിന്റെ നാഗരികതയുടെ കേന്ദ്രം ഭാരതമായിരുന്നു എന്ന് സമ്മതിക്കാൻ അന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് യൂറോപ്യൻസ് സമ്മതിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ഗവേഷകർ മുന്നോട്ട് വരികയും കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്തതോടുകൂടി അവർക്കത് നിഷേധിക്കാൻ കഴിയില്ല എന്നായി. സത്യത്തിൽ സംസ്കൃത ഭാഷയിൽ നിന്നാണ് യൂറോപ്യൻ ഭാഷകളെല്ലാം രൂപപ്പെട്ടത് എന്നതാണ് വസ്തുത. ആദിമ ഭാഷാ കുടുംബം ഇന്ത്യയിൽ നിന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു എന്നാണ് ഇന്ത്യൻ പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് SR റാവുവിനെ പോലുള്ള നിരവധി ഗവേഷകന്മാർ കൃത്യമായി തെളിവ് നിരത്തി തന്നെ പറയുന്നത്. അതായത് ജനിതക പഠനങ്ങളുടെയും പുരാവസ്തു തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അവരിത് പറയുന്നത്. യൂറോപ്യൻ കേന്ദ്രീകൃതമായ ഒരു ചരിത്രം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് ഇന്നും നമ്മൾ പലതും യൂറോപ്പിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ജീവിക്കുന്നത്. കൊളോണിയൻ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു എന്നത് വളരെ ഗൗരവകരമായ ഒരു വസ്തുതയാണ്. ഭാഷകളുടെ സാമ്യം എന്നത് വെറും യാദർശികമല്ല, മറിച്ച് സംസ്കൃതം പോലുള്ള ഭാഷകൾക്ക് ലോകത്തെ ഭാഷകളിൽ എത്ര വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ്. ശരിക്കും അതിപുരാതനമായ 2 ഇന്ത്യൻ ഭാഷകളാണ് സംസ്കൃതവും തമിഴും എന്ന് പറയുന്നത്. ഈ 2 ഭാഷകളും ജന്മം കൊണ്ടത് നമ്മുടെ ഈ മണ്ണിലാണ്, നമ്മുടെ ഈ നാട്ടിലാണ്. അതിൽ സംസ്കൃത ഭാഷയാണ് യൂറോപ്യൻ ഭാഷകൾക്കെല്ലാം തന്നെ അടിത്തറവാകിയിട്ടുള്ളത് എന്നതും വസ്തുതയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.